نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وما هذه الحياة الدنيا إلا لهو ولعب وإن الدار الآخرة لهي الحيوان لو كانوا يعلمون. വിശ്വാസികൾ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീകളായി ജീവിക്കുന്ന എന്നും പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുന്നതാണ്. ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളിൽ, സമ്പാദ്യങ്ങളിൽ, ജോലികളിൽ, കുടുംബത്തിൽ, ആരോഗ്യത്തിൽ, സമ്പത്തിലെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല ബറക്കത്ത് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഏതു സമയത്ത് എപ്പോൾ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അൻകബൂത്തിലെ 64-ാമത്തെ ആയത്താണ് ഓതി വെച്ചത്. നാം ജീവിക്കുന്ന ഈ ജീവിതവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ 5 സ്ഥലത്ത് ആവർത്തിച്ചു പറഞ്ഞ ഒരു ഉപമയാണ് ഈ ആയത്തിന്റെയും ആശയം. ഐഹിക ജീവിതം എന്നത് ഇല്ലാ ലഹ്വും വലഇബുൻ എന്നാണ് ഈ ആയത്തിന്റെ പ്രയോഗം. അതൊരു വിനോദമാണ്, കളിയാണ്. ശേഷം അത് ഓർമ്മപ്പെടുത്തി വഇന്ന ദാറൽ ആഖിറത ലഹിയൽ ഹയവാൻ. പാരത്രികമായ ഭവനം എന്നത് അതാണ് സാക്ഷാൽ ജീവിതം. ജീവിതമെന്ന് പറയാവുന്ന എല്ലാ ലക്ഷണവുമൊത്ത ജീവിതം പരലോകത്തെ ജീവിതമാണ് എന്നാണ് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നത്. സൂറത്തുൽ ഹദീദിൽ അല്ലാഹു ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞു, യഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയ ലഇബുൻ വലഹ്വുൻ വസീന
വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. യഅലമു, നിങ്ങൾ അറിയണം, അന്നമൽ ഹയാത്തുദ് ദുനിയ, തീർച്ചയായും ഐഹികമായ ജീവിതമെന്നത് കളിവിനോദങ്ങൾ മാത്രമാണ്. പരസ്പരം സമ്പത്തിന്റെ കാര്യത്തിലും മക്കളുടെ കാര്യത്തിലുമെല്ലാമുള്ള പെരുപ്പം കാണിക്കലും ദുരഭിമാനം നടിക്കലുമൊക്കെയാണ് ഐഹികമായ ജീവിതമെന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിച്ചത്. ശേഷം അപ്പതിന് ഒരു ഉദാഹരണം കൂടി പറഞ്ഞു. അല്ലാഹു തആല സൂചിപ്പിച്ച കമസലി ഗൈസിൻ അഅജബൽ കുഫാർ നബാതുഹു, ഒരു മഴ പോലെയാണ് ഈ ജീവിതം. ആ മഴ പെയ്ത് ഒരു മഴക്കൊന്നാകെ മുളച്ചു പൊങ്ങുന്ന ഒരുപാട് ചെടികൾ, കൃഷികൾ, അതിങ്ങനെ മുളച്ച് തഴച്ച് വളർന്നു വരുമ്പോൾ കർഷകർ പോലും അത്ഭുതപ്പെടുമാറ് അതങ്ങനെ സുഭിക്ഷമായി നിൽക്കുന്നു. പിന്നീടത് പെട്ടെന്ന് ഉണങ്ങി വാടി ഇല്ലാതായി പോവുകയും ചെയ്യും. ثم يهيج فتراه مصفرا ثم يكون حطاما, പിന്നീടത് വാടിക്കരിഞ്ഞ് നിറം മാറി മഞ്ഞ നിറമായി പിന്നീട് ചണ്ടികളായി അത് ഇല്ലാതായി പോവുകയും ചെയ്യുന്നു. ഇതാണ് ഐഹികമായ ജീവിതത്തിന്റെ ഉദാഹരണമെന്നാണ് ഹദീസിൽ അല്ലാഹു തആല പരിചയപ്പെടുത്തി. യഥാർത്ഥത്തിൽ സഹോദര, ഈ ഐഹികമായ ലോകത്തിൽ ദിവസം എന്തെല്ലാം വാർത്തകൾ നമുക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. വാർത്താ മാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയകളിൽ, പത്രങ്ങളിൽ എല്ലാമായി എന്തെല്ലാം വാർത്തകളുണ്ട്. വളരെ ജീവിതത്തിന്റെ വ്യത്യസ്തമായ തിരക്കുകൾക്കിടയിൽ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്ന ആളുകളുടെ വാർത്തകൾ നമ്മൾ ഇന്നലെ കേട്ടു. ഒരു വാഹനാപകടം, 6 പേർ ഒന്നിച്ചാണ് ആ അപകടത്തിൽ മരണപ്പെട്ടത്. ഒരു ഓട്ടോയിൽ സഞ്ചരിക്കുകയാണ്, ബസ് വന്ന് ഇടിക്കുന്നു. 6 പേർ ആ ഒരു കുടുംബത്തിൽ തന്നെ അംഗങ്ങളായിട്ടുള്ളവർ മരണപ്പെടുന്നു. അവർക്കെല്ലാം മരണപ്പെട്ടും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതാനും വർഷം മുമ്പാണ് അതേ കുടുംബത്തിലെ ബാക്കിയുള്ള ആളുകൾ മറ്റൊരു അപകടത്തിൽ മരണപ്പെട്ടത്. ഇതൊക്കെ ഈ ജീവിതത്തിൽ ഇവിടെ കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന വ്യത്യസ്തമായ അനുഭവങ്ങളാണ്. ഒരുപാട് പ്ലാനും പദ്ധതികളും നമുക്കെല്ലാം ഉണ്ട്. നാളെ എന്തു ചെയ്യണം, അടുത്ത ആഴ്ച, അടുത്ത മാസം എന്താണ് എന്നൊക്കെയുള്ള പ്ലാനും പദ്ധതി നമുക്കുണ്ട്. പല കാര്യങ്ങൾക്ക് വേണ്ടി ചോദിക്കുമ്പോൾ ഇന്ന ദിവസം ഒന്ന് വരാൻ പറ്റുമോ, ഒന്ന് പങ്കെടുക്കാൻ പറ്റില്ല, അന്ന് എനിക്ക് എന്റെ വഴിക്ക് പോകാനുണ്ട്, അന്ന് ഇന്ന കാര്യമുണ്ട്, അന്നൊരു യാത്രയുണ്ട്, ഇന്ന ഫംഗ്ഷനുണ്ട് എന്ന് പറഞ്ഞ് എല്ലാത്തിനും പ്ലാൻ ചെയ്തിട്ടാണ് അവിടെ മുന്നോട്ട് പോകുന്നത്. പക്ഷെ ആ പ്ലാനൊന്നുമല്ല നടക്കുന്നത്. ഫൗഖ ദീനിനാ ലില്ലാഹി തഖ്ദീറു എന്നാണല്ലോ. നമ്മുടെയൊക്കെ പ്ലാനുകൾക്കപ്പുറത്ത് പടച്ച റബ്ബിനൊരു തീരുമാനമുണ്ട്, അവന്റെ ഖലാഖുണ്ട്. അതുപ്രകാരമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തി വകം മിൻ സഖീമിൻ ആശ ഹീനം മിൻ അദ്ദഹരി എന്നാണ്. എത്രയെത്ര ചെറുപ്പക്കാരാണ് യാതൊരു രോഗവുമില്ലാതെ പെട്ടെന്ന് മരണപ്പെട്ടു പോയത്. എത്രയെത്ര രോഗികളാണ് പിന്നെയും ഒരുപാട് കാലം അങ്ങനെ കഴിച്ചു കൂട്ടുന്നത് എന്ന് ഒരു കവി പറഞ്ഞ വചനമുണ്ട്. ശേഷം അയാൾ പറഞ്ഞു, എല്ലാവരും നേരെപ്പെടുത്ത ദിവസങ്ങൾ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അവന്റെ കഫൻ തുണികൾ പോലും ഒരു പക്ഷേ നെയ്തു വയ്ക്കപ്പെടാം, തയ്യാറാക്കപ്പെടുന്നതാകും, അവൻ അറിയുന്നില്ല എന്നാണ്. ഇതാണ് നമ്മൾക്ക് അവസ്ഥ. ഈ ജീവിതം എന്നത് ഇങ്ങനെ കളിയും വിനോദവും തമാശയും സമ്പത്തും സൗകര്യങ്ങളും സന്താനങ്ങളുമെല്ലാമായി അതിന്റെ പേരിൽ തഫാഖുറുൻ തകാസുറുൻ എന്നാണ്. അഥവാ പെരുപ്പം കാണിക്കാം. എനിക്കത്ര സമ്പത്തുണ്ട്, എനിക്കത്ര സൗകര്യമുണ്ട്, ആ ബിൽഡിംഗ് എന്റേതാണ്, ഈ പറമ്പ് എന്റേതാണ്, എന്റെ മകൻ അങ്ങനെയാണ്, മൂത്ത മകൻ ഇങ്ങനെയാണ്, മറ്റവൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ആ ഒരു പെരുപ്പം കാണിക്കുക. പരസ്പരമുള്ള ഫഖ്റ്, ദുരഭിമാനം പറയുക, അവന്റെ സമ്പത്ത് കാണിച്ച്, മക്കളെ കാണിച്ച്, അതിനൊക്കെ പേരുള്ള തഫാഖുറും തകാസുറുമാണ് ഐഹികമായ ജീവിതം എന്നത്. അതൊരു മഴ പോലെ മാത്രമാണ് എന്നാണ്. ഒരു മഴക്കൊണ്ടാകെ മുളച്ചു പൊങ്ങി വരുന്നു. ഒറ്റ മഴ പെയ്താൽ എന്തെല്ലാം ചെടികളാണ് മുളക്കുന്നത്. പണ്ടെന്തോ തിന്നു തുപ്പിയ പല കുരുകളുണ്ടാവും, അതെല്ലാം മുളച്ചു പൊങ്ങി പല മുളകളായി, പല വിളകളായി നമ്മുടെ വീടിന്റെ പരിസരങ്ങളെല്ലാം മുളച്ചു വരുന്നു. അതെല്ലാം പക്ഷെ എല്ലാം പിന്നെ വലിയ വൃക്ഷങ്ങളായി മാറാറില്ല. ചിലതൊക്കെ ദിവസങ്ങൾ കഴിയുമ്പോൾ അതങ്ങ് ഇല്ലാതായി പോകും. ചിലതൊക്കെ കുറച്ചുകൂടി വളരും, പക്ഷെ കായ്ക്കയില്ല. ചിലതൊക്കെ പൂവുണ്ടാകും, ഒട്ടിടും, പക്ഷെ അത് വളരണമെന്നില്ല, വിളവ് ലഭിക്കണമെന്നില്ല. വളരെ അപൂർവം ചിലത് മാത്രമാണ് വിളവെടുക്കുന്ന രൂപത്തിലേക്ക് പിന്നീട്
മാറാറുള്ളത്. ഈ ഒരു ഉദാഹരണമാണ് അല്ലാഹു തആല ഐഹികമായ ജീവിതത്തിൽ ഉദാഹരണമായി നിശ്ചയിച്ചത്. ജനിക്കുന്നു, വളരുന്നു, ജീവിക്കുന്നു, കാര്യങ്ങൾക്ക് ചെയ്തു പോകുന്നു. ഇടയ്ക്കെപ്പോഴോ അവന്റെ ആയുസ് അവസാനിച്ച് അവൻ യാത്ര പോവുകയും ചെയ്യുന്നു. ഇതാണ് ഐഹികമായ ജീവിതമെന്ന് പറഞ്ഞിട്ട് ശേഷമല്ല പറഞ്ഞു ശരിയായ ജീവിതം എന്നത് പാരത്രികമായ ജീവിതം തന്നെയാണ്, തീർച്ചയെന്നാണ്, ഉറപ്പാണ്, സംശയം വേണ്ട. ഇപ്പോൾ ജീവിതമെന്ന് പറയാൻ എന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം ഉത്തരങ്ങിയ ജീവിതം പാരത്രികമായ ജീവിതം മാത്രമാണ്. അറ്റമില്ലാത്ത കാലങ്ങൾ എത്ര കാലമാണ് അല്ലാഹു അഅലം. കോടാനുകോടി കൊല്ലങ്ങൾ ജീവിച്ചാലും അവസാനിക്കാത്ത ഒരു ജീവിതമാണ് പാരത്രികമായ ജീവിതം എന്നത്. ഒന്നുകിൽ നരകാഗ്നിയാണ്, അല്ലെങ്കിൽ സ്വർഗത്തിലാണ്. രണ്ടാണെങ്കിലും അറ്റമില്ലാത്ത കാലമാണ്. വിധങ്ങൾ പല ഹദീസിൽ കാണാം. സ്വർഗക്കാർ സ്വർഗത്തിലേക്കും നരകക്കാർ നരകത്തിലേക്കും ആയിക്കഴിഞ്ഞാൽ മരണത്തെ കൊണ്ടുവന്ന് എല്ലാവരും കാണെ അടുത്തു കളയുമെന്നാണ് ഹദീസിന്റെ പ്രയോഗം. മരണമെന്ന ആ പ്രതിഭാസത്തെ, ആ സംവിധാനത്തെ കൊണ്ടുവരും. ഇത് നരകക്കാരും സ്വർഗക്കാരും കാടുമാറ് എല്ലാവർക്കും കാണാവുന്ന അവസ്ഥ നിർത്തിക്കൊണ്ട് ആ മരണത്തെ മരിപ്പിക്കുന്നു. മരണമെന്ന സംവിധാനം ഇല്ലാതായി അതിനടുത്തു കളയുമെന്നാണ്. എന്നിട്ട് സ്വർഗക്കാരോട് വിളിച്ചു പറയും മലക്കുകൾ, യാ അഹ്ലൽ ജന്ന ലാ മൗത്ത് വയാ അഹ്ലൻ നാർ ലാ മൗത്ത്. സ്വർഗക്കാരെ ഇനി മരണമില്ല, നരകക്കാരെ ഇനി മരണമില്ല എന്ന് വിളിച്ചു പറയുന്നത്. കാരണം മരണം എന്ന സംവിധാനം ഇല്ല, അത് അവസാനിച്ചു, അത് കഴിഞ്ഞു. ജീവിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല എന്ന് ഖുർആനിൽ നരകക്കാരെ പറ്റുന്ന അവസരം സൂചിപ്പിച്ചുവല്ലോ. മരണം എന്ന സംവിധാനം തന്നെ ഇല്ലാതായി പോകുന്നതാണ് ശരിയായ ജീവിതം. ആ ജീവിതമെന്ന് പറയാവുന്നത് പാരത്രികമായ ഭവനമാണ് ശരിയായ ജീവിതമെന്നാണ്. ഈ ജീവിതം ഇന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞു, ഈ നിമിഷം കഴിഞ്ഞാൽ കഴിഞ്ഞു, ഈ നിസ്കാരം കഴിഞ്ഞ് നമ്മൾക്ക് പള്ളിന്റെ പുറത്തേക്ക് ഇറങ്ങുമോ അല്ലാഹു അഅലം, പറയാവുന്നതല്ല. അതെന്തു ജീവിതമാണ്? ഏത് നിമിഷവും അവസാനിക്കാവുന്ന, എപ്പോഴും എന്തും സംഭവിക്കാവുന്ന ഒരു ജീവിതം. ഒരു പക്ഷെ പള്ളിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആ ചവിട്ടിയ സ്റ്റെപ്പൊന്ന് തെറ്റിപ്പോയാൽ മതി, ആ ചവിട്ടുന്ന് തെറ്റിയാൽ മതി, മലർന്നടിച്ചു വീണു, കാര്യമായ പരിക്ക് പറ്റി, ഒരുപക്ഷെ ബാക്കിയുള്ള പതിറ്റാണ്ടുകൾ തന്റെ ബെഡിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സാഹചര്യം വരാൻ നിമിഷങ്ങളും മതി. അതാണ് ഈ ഐഹികമായ ജീവിതത്തിന്റെ പ്രത്യേകത. നൈമിഷികമാണ്. ഏത് സന്ദർഭത്തിലും സാഹചര്യങ്ങൾ മാറി വരാം. പ്രതീക്ഷിക്കാത്ത പലതും വരും, പ്രതീക്ഷിച്ച പലതും വരികയുമില്ല. ഒരു മഴയ്ക്ക് പൊങ്ങിയ കൃഷികളെ പോലെയാണ്. കർഷകനെ പോലും അതിശയിപ്പിക്കുമാറ് വന്നുവെന്നാണ്. പെട്ടെന്ന് പൊങ്ങി വരുമ്പോൾ എല്ലാവരും എന്താണ് അയാളെ തടയാളെ പൈസ മാപ്പയ്ക്ക് എത്ര പ്രയാസപ്പെട്ട കണ്ടോ. പെട്ടെന്ന് വലിയ സമ്പന്നനായി മാറി, വലിയ വീടുണ്ടായി, വലിയ വാഹനമുണ്ടായി, ഭയങ്കര സൗകര്യങ്ങളായി, എല്ലാവരും അതിശയത്തോടെ അത്ഭുതത്തോടെ അസൂയയോടെ നോക്കിക്കാണുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പെട്ടെന്ന് കാണാം ഇവിടെ മരിച്ചത്രേ, അയാൾക്ക് രോഗമാണത്രേ, അയാൾക്ക് ഇന്ന പ്രശ്നമാണത്രേ, ഇവിടെ ഒന്നാകെ തകർന്നത്രേ എന്ന് പറഞ്ഞ് എല്ലാം തകർന്നടിഞ്ഞു പോകുന്ന കഥകൾ എത്രയാണ് കേൾക്കാറുള്ളത്. അതുകൊണ്ട് ആ ഒരു കളിവിനോദങ്ങളുടെ പിന്നാലെ പോയി ഈ ജീവിതത്തെ കളയേണ്ടവരെല്ലാം, തുലക്കേണ്ടവരെല്ലാം വിശ്വാസികളായ നമ്മൾ, പരലോകബോധമുള്ള, റബ്ബിനെ വിശ്വാസമുള്ള, തൗഹീദ് ഉൾക്കൊള്ളുന്ന, അല്ലാഹുവിനെ മനസ്സിലാക്കിയ ആളുകൾ നിലക്ക് ഈ യാഥാർത്ഥ്യം തിരിച്ചിട്ട് വേണം ജീവിതത്തിന്റെ ഓരോ രംഗത്തും മുന്നോട്ട് പോകാൻ. അല്ലാതെ എല്ലാവരും പോകുന്ന വഴി നമ്മളും പോയി കേവലമായ ലക്ഷ്യമെന്നത് പണമുണ്ടാക്കലും സമ്പാദിക്കലും സൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും മാത്രമായി അതിന്റെ പിന്നാലെ മാത്രം ഈ ജീവിതം തുലച്ചു കഴിഞ്ഞാൽ നഷ്ടമാണ് എന്നത് നാം മറക്കാതിരിക്കാം. സ്വർഗം ലഭിച്ചേ പറ്റൂ. ദുനിയാവിൽ എപ്പോഴായാലും പോകേണ്ടതുണ്ട്. ആ പോകുന്ന യാത്ര സ്വർഗത്തിലേക്കായിരിക്കണം. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي വദഖുലി ജന്നതി എന്ന സന്തോഷ വാർത്ത കേട്ട് ദുനിയാവിൽ പോകാൻ കഴിയണം. സമാധാനമടഞ്ഞ ആത്മാവേ വരൂ, തിരിച്ചു വരൂ, മടങ്ങി വരൂ, ഇലാ റബ്ബികി, റബ്ബിലേക്ക് നീ മടങ്ങി വരൂ. എങ്ങനെ? എനിക്ക് റബ്ബിനെ തൃപ്തിയാണ്, റബ്ബിന് നിന്നെയും തൃപ്തിയാണ്, ആ നിലയ്ക്ക് മടങ്ങി വരൂ. അതാണ് നേടേണ്ടത്. ഈ ലോകത്ത് ജീവിച്ചാൽ, ഒരു ദിവസം ജീവിച്ചാലും ആ ഒറ്റ ദിവസം കൊണ്ട് എന്താ നേടേണ്ടത് വെച്ചാൽ ദുനിയാവിലെ ജോലിയല്ല, അത് വേണം, അത് ആവശ്യമാണ്. ഇവിടെ വീടും സൗകര്യങ്ങളും സമ്പാദ്യവുമല്ല, അതൊക്കെ ആവശ്യമാണ്, വേണ്ട എന്നല്ല. പക്ഷെ അതല്ല അടിസ്ഥാനം. ഒറ്റ ദിവസം കിട്ടിയാലും, ഇന്ന് വൈകുന്നേരം മരിച്ചാലും, നാളെ മരിച്ചാലും എന്ത് നേടണമെന്ന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. തൃപ്തിപ്പെട്ടുകൊണ്ടും തൃപ്തി ലഭിച്ചുകൊണ്ടും ഇവിടുന്ന് മടങ്ങിപ്പോകാൻ പറ്റും. പഠിച്ചോണ്ടിരുന്ന തൃപ്തി നമുക്ക് ലഭിക്കാം, നമുക്ക് അല്ലാഹുവിന്റെ കാര്യത്തിലും തൃപ്തിയാവുക. സഹാബത്ത് നേടിയത് അതായിരുന്നു. റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന്
തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹാബത്തെ കുറിച്ച് പറഞ്ഞു. അവർ അല്ലാഹനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അല്ലാഹു അവരെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതാ റാദിയത്തൻ മർദിയത റളിയല്ലാഹു അൻഹും വറദു അൻഹു. അല്ലാഹു അവരെ തൃപ്തിപ്പെട്ടു, അവർ അല്ലാഹുവിനെ തൃപ്തിപ്പെട്ടു. നമുക്ക് വേണ്ടതാണ് റാദിയത്തൻ മർദിയ, പടച്ചോനെ തൃപ്തിയായി മാറുക, പടച്ചോന്റെ നമ്മളെയും തൃപ്തിയായി മാറുക. ഒന്നാമത് നമ്മൾ ഉണ്ടാക്കേണ്ടതാണ്, അത് ഉണ്ടായാൽ ലഭിക്കുന്ന രണ്ടാമത്തേത് പടച്ചോനെ സംതൃപ്തിയായി മാറുക. റബ്ബിൽ എല്ലാം തവക്കുലാക്കുക, റബ്ബിന്റെ കലാകഥകളിൽ അങ്ങേയറ്റ മണികൾ സ്വീകരിക്കുക, പടച്ച റബ്ബിലേക്ക് പൂർണ്ണമായും മനസ്സ് ചെയ്യുക, പടച്ച റബ്ബിനോടല്ലാതെ ഒരു പടപ്പിലേക്ക് മനസ്സ് പോകാതിരിക്കുക. പ്രാർത്ഥന കൊണ്ട്, സഹായാർത്ഥന കൊണ്ട്, നേർച്ച കൊണ്ട്, സത്യം ചെയ്യൽ കൊണ്ട്, ബലികർമ്മം കൊണ്ട്, ഒരു ഭാഷ കൊണ്ടും ഒരു പടപ്പിലേക്കും ഞാനില്ല. ഇന്ന സ്വലാത്തി വനുസുഖി, എന്റെ നിസ്കാരം, എന്റെ ആരാധനാ മുറകൾ എല്ലാം പടച്ചവനാണ്. അല്ല ഒമഹ്യായ ഒമമാത്തി, ജീവിതം മുഴുവനും പടച്ചറപ്പിന് വേണ്ടിയാണ്. എന്റെ മരണവും അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. അങ്ങനെ പടച്ചോന് വേണ്ടി എല്ലാം സമർപ്പിച്ച് ഞാൻ അല്ലാഹ്ക്ക് വേണ്ടിയുള്ളവനാണ്. ഇന്നാലില്ല ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു ബുദ്ധിമുട്ട് വന്നാൽ, പ്രയാസം വന്നാൽ, മരിച്ചുവെന്ന് കേട്ടാൽ, ഒരു മുസീബത്ത് വന്നാൽ നമ്മൾ പറയുന്ന വാക്ക് തന്നെ ഇന്നാലില്ല, നമ്മളൊക്കെ അല്ലാഹ്ക്കുള്ളവരാണ്. ഇന്നാ ഇലൈഹി റാജിഊൻ, ആ റബ്ബിലേക്ക് മടങ്ങുന്നവരാണ്. അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്നത്. അപ്പൊ എന്തിനു ജീവിക്കുന്നു, ആ ലക്ഷ്യം തിരിച്ചറിയാൻ പറ്റണം. ആ ലക്ഷ്യം തിരിച്ചറിയാതെ പോയാൽ എല്ലാവരും പോകുന്ന വഴിക്ക് നമ്മളും പോകുന്നു. എല്ലാവരും അങ്ങനെ, ഞാനും അങ്ങനെ, സമൂഹം അങ്ങനെയല്ലേ, പിന്നെന്താ ഞാൻ നോക്കാതെ, ഭൂരിപക്ഷം അങ്ങനെയല്ലേ, മഹല്ല് കമ്മിറ്റി അങ്ങനെയല്ലേ, നാട്ടുകാർക്ക് അങ്ങനെയല്ലേ, ആരാ ഇന്ന് ചെയ്യാത്തത്, ആരാ നോക്കാത്തത്, എല്ലാവരും ആ വഴിക്കല്ലേ എന്ന് കണ്ട് എല്ലാവരും തുള്ളുമ്പോൾ നമ്മളും തുള്ളാനും, എല്ലാവരും ചെയ്യുന്ന പ്രതിഭാസങ്ങളുടെ പിന്നാലെ കൂടാനുമൊക്കെ നമുക്ക് പറ്റിയെന്ന് വരും. ഈ ബോധമില്ലാതായി പോയാൽ അത് എന്റെ ജീവിതം അങ്ങനെ കഴിയാനുള്ളതല്ല. എന്റെ ജീവിതത്തിൽ ഞാൻ നേടേണ്ടത് ഈ രണ്ട് കാര്യമാണ്. റാദിയത്തൻ മർദിയ, പടച്ച റബ്ബിനെ എനിക്ക് തൃപ്തിയായി മാറണം, പടച്ച റബ്ബിന് എന്നെയും തൃപ്തിയായി മാറണം. അതെന്താ വേണ്ടത്? അവന്റെ മനസ്സേറ്റവും പ്രധാനം അല്ലാഹു റസൂലുമായിരിക്കണം. നബി ഞങ്ങൾ പറഞ്ഞല്ലോ, ഈമാന്റെ മാധുര്യം ലഭിക്കാൻ 3 കാര്യം വേണം. ഒന്ന്, അല്ലാഹു റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അവൻ ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലാഹു ആകണം, അവന്റെ റസൂലാകണം സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റാരേക്കാളും എനിക്ക് എന്റെ റബ്ബ് കഴിഞ്ഞിട്ടേ ബാക്കി എന്തുമുള്ളൂ, എന്റെ ഹബീബായ റസൂൽ കഴിഞ്ഞിട്ടേ മറ്റെന്തുമുള്ളൂ, ബാക്കിയെല്ലാം അതിന് ശേഷം മാത്രമേ ഉള്ളൂ. ഏറ്റവും പ്രിയപ്പെട്ടവർ അല്ലാഹും അല്ലാഹുവിന്റെ റസൂലുമാണെങ്കിൽ അവർ ഈമാന്റെ മാധുര്യം ലഭിക്കുന്നതാണ്. അതാണ് മൻ റളിയ ബില്ലാഹി റബ്ബ, അല്ലാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടുക, വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാമിനെ ദീനായി തൃപ്തിപ്പെടുക, വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂല, മുഹമ്മദ് നബിയെ റസൂലായി തൃപ്തിപ്പെടുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിലവാരത്തേക്ക് എത്താൻ പറ്റിയാൽ പടച്ച റബ്ബിൽ നമ്മെ തൃപ്തിയാകും. അല്ലാഹ് എനിക്ക് തൃപ്തിയാണ്. റബ്ബ് എന്ത് തന്നാലും അൽഹംദുലില്ലാ, റബ്ബ് എന്ത് തടഞ്ഞാലും അൽഹംദുലില്ലാ, റബ്ബിന്റെ കൽപ്പന നിർദ്ദേശം എന്താണെങ്കിലും അതെല്ലാം സ്വീകരിക്കാൻ തയ്യാറാണ്. അല്ലാഹു അക്ബർ, എനിക്ക് ഏറ്റവും വലിയത് അള്ളയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവനതൊരു ഇലാഹില്ല. എനിക്കൊരു പ്രാർത്ഥന ഒരു പടപ്പിനോടുമില്ല, എന്റെ നേർച്ചയും ഒരു പടപ്പിലേക്കുമില്ല, പടച്ചതിലേക്ക് അല്ലാതെ ഒരു പടപ്പിലേക്കും എന്റെ മനസ്സിൽ ഒരു തിരിയാൻ പോലും തയ്യാറല്ല. പൂർണ്ണമായും കൽബ് റബ്ബിലേക്ക് തിരിയുക. എനിക്ക് എന്റെ റബ്ബ് മതി, ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹ് മതി, ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്കല്ല മതി, നിഅ്മൽ വക്കീൽ, എല്ലാം ഏൽപ്പിക്കാൻ ഏറ്റവും മതിയായ അള്ളയാണ്. തവക്കൽത്തുല്ലാഹ്, എല്ലാം ആ റബ്ബിനെ ഏൽപ്പിച്ചിരിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അവനെ കൊണ്ടല്ലാതെ ഒരു കഴിവുമില്ല, ഒരു ശക്തിയുമില്ല. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് എത്ര പരിശുദ്ധനാണ്, എത്ര വലിയ ഔന്നത്യമുള്ളവനാണ് തുടങ്ങി റബ്ബിന്റെ മഹത്വങ്ങൾ ഉദ്ഘോഷിക്കുന്ന ദിക്റുകൾ കേവലം നാവ് കൊണ്ട് പറയേണ്ടത് മാത്രമല്ല, അത് മനസ്സിൽ ബോധ്യമായി ഉണ്ടാകണം. അത് നമ്മുടെ കൽബ് കൊണ്ട് ഉറച്ചു വിശ്വസിക്കാൻ പറ്റണം. ആ റബ്ബ് നൽകിയ എല്ലാത്തിലും സമാധാനം കണ്ടെത്താൻ, റബ്ബ് നൽകിയ ഏതിലും സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ നമുക്ക് പറ്റണം. എങ്കിൽ സഹോദരങ്ങളെ അല്ലാഹ് തൃപ്തിയായവരായി മാറും. അതുണ്ടെങ്കിൽ പടച്ചവൻ നമ്മയും തൃപ്തിയായി മാറും. അതുണ്ടായി കഴിയുമ്പോഴാണ് പാരത്രികമായ ജീവിതം സമാധാനമായി മാറുന്നത്. ആ ജീവിതമാണ് ജീവിതം. ഈ ജീവിതം താൽക്കാലികമായ സംവിധാനം മാത്രമാണ്. നബി ഞങ്ങൾ പറഞ്ഞുവല്ലോ, ഒന്നുകിൽ ഇതൊരു വഴിയാത്രക്കാരെ പോലെ, അല്ലെങ്കിൽ ഒരു പ്രവാസിയെ പോലെ എന്നാണ്. ഖത്താബിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരായ സഹാബി, നബി തങ്ങളുടെ കാലത്ത് അവരൊക്കെ 20 വയസ്സിൽ താഴെ പ്രായമുള്ള ചെറുപ്പക്കാരാണ്. ഇബ്നു ഉമറും അതേപോലെയുള്ള പല സഹാബിമാരും അത് ചെറിയ കുട്ടികളാണ്. അന്ന് ഇബ്നു ഉമറിന്റെ തോളിൽ കൈപിടിച്ചുകൊണ്ട് നബി കൊടുത്ത ഉപദേശമാണ്. ഇബ്നു ഉമർ പറയുന്നത്, നബി തങ്ങൾ എന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞതാണ്, എന്റെ ചുമലിൽ പിടിച്ച് സ്നേഹത്തോടെ വാത്സല്യത്തോടെ
പറഞ്ഞുകൊണ്ട് കൊടുത്ത ഉപദേശമാണ്. മോനെ, നീ നേരം വെളുത്താൽ വൈകുന്നേരമാകുമെന്ന് പ്രതീക്ഷിക്കണ്ട. ഇദാ അസ്ബഹത ഫലാ തംതദിൽ മസാ വഇദാ അംസൈത ഫലാ തംതദിൽ സ്വബാഹ്. നേരം പുലരുമ്പോൾ നീ എഴുന്നേറ്റ് വന്നെങ്കിൽ വൈകുന്നേരം വരെ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പൊന്നും വേണ്ട. വൈകുന്നേരം ജീവനോടെ ഉണ്ടെങ്കിൽ നാളെ നേരം വെളുക്കുമെന്ന് ഉറപ്പിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് നബി ഞങ്ങൾ കൊടുത്ത ഉപദേശത്തിൽപ്പെട്ട പോലെ ഈ ദുനിയാവിൽ ഒരു പ്രവാസിയെ പോലെയായി മാറുക, ഒരു വിദേശിയെ പോലെയായി മാറുക, അല്ലെങ്കിൽ ഒരു യാത്രക്കാരെ പോലെയായി മാറുക. പ്രവാസിയെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. അന്യ നാട്ടിൽ പോയി താമസിക്കുന്ന ആളുകൾ അവിടെ പോയി വലിയ വീട് കെട്ടാറില്ല, അവിടെ പോയി സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാറില്ല. പല പ്രവാസികളും നാസ്ത പോലും കഴിക്കാതെയാണ് പണം സ്വരൂപിക്കുന്നത്. നാട്ടിലേക്ക് അയക്കാനാണ്, ഇവിടുത്തെ കാര്യങ്ങൾ പൂർത്തിയാകാനാണ്. തന്റെ ഭക്ഷണം പോലും തൽക്കാലം കട്ട് ചെയ്ത്, തന്റെ താമസ സൗകര്യങ്ങളിൽ പോലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത്, തന്റെ യാത്രാ സൗകര്യങ്ങളിൽ പോലും എങ്ങനെയെങ്കിലും ഒരു രൂപ സമ്പാദിക്കാൻ പറ്റുമോ നോക്കി ഓവർ ടൈം ഡ്യൂട്ടി ചെയ്ത് അങ്ങനെയൊക്കെയാണ് പണമുണ്ടാക്കി നാട്ടിലേക്ക് അയക്കുന്നത്. അതാണ് ഗരീബ്, ഒരു വിദേശി. അവരവിടെ പ്രവാസിയാണ്, അവർ വിദേശിയാണ്. ആ വിദേശിയെ പോലെയായി മാറുക ദുനിയാവിലെന്നാണ്. നമ്മുടെ നാടിലല്ല, നമുക്കെന്നും ജീവിക്കാനുള്ള ലോകം ഈ ലോകമല്ല. അവിടെ ഇവിടെയെല്ലാം എല്ലാം ഉണ്ടാക്കണം. ഇവിടുന്ന് പരമാവധി സമ്പാദിച്ച് പരലോകത്തേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റായി സ്വീകരിക്കാനാണ്. ഇവിടെ അധ്വാനിക്കണം. അമലുകൾ കൊണ്ട്, നിസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട്, സക്കാത്ത് കൊണ്ട്, ഹജ്ജ് കൊണ്ട്, സ്വതക്ക കൊണ്ട്, അതേപോലെ ദിക്ർ കൊണ്ട്, സ്വലാത്ത് കൊണ്ട്, ഖിറാഅത്ത് കൊണ്ട്, തൻ സ്വഭാവങ്ങൾ കൊണ്ട്, നന്മ കൽപ്പിക്കൽ കൊണ്ട്, വിരോധിക്കൽ കൊണ്ട്, അങ്ങനെ എല്ലാ നന്മയും ചെയ്ത് അതെല്ലാം സമ്പാദ്യമാക്കി മാറ്റി അതെല്ലാം അവിടെ ഡെപ്പോസിറ്റായി ഇൻവെസ്റ്റ്മെന്റായി പരലോകത്തേക്കുള്ളത് ഒരു സമ്പാദ്യമാക്കി മാറ്റിവെക്കണം. അതാണ് ഗരീബ്, ഒരു വിദേശിയുടെ ഉദാഹരണം എന്നത്. അല്ലെങ്കിൽ ഒരു വഴി യാത്രക്കാരെ പോലെയാണ്. പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും കൊണ്ട് നിൽക്കാൻ വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരു യാത്രക്കാരെ പോലെ ഒന്ന് വണ്ടി സൈഡാക്കി ഒന്നിറങ്ങി നല്ല ഭക്ഷണം കഴിച്ച് ഒന്ന് ഫ്രഷായി ഒന്ന് മുഖമൊക്കെ കഴുകി ആ ക്ഷീണം മാറ്റി ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞാൽ യാത്ര തുടരുന്ന ഒരു വഴി യാത്രക്കാരൻ ആ ഇറങ്ങുന്നിടത്ത് വലിയ സൗകര്യങ്ങൾ നോക്കാറില്ല. അവരവിടെ വലിയ വലിയ സൗകര്യം ആവശ്യമില്ല. തൽക്കാലം ഒന്ന് വിശ്രമിക്കാൻ പറ്റണം, ഒന്ന് വണ്ടി സൈഡാക്കാൻ പറ്റണം, വണ്ടിക്കൊന്ന് എണ്ണടിക്കാൻ പറ്റണം, എന്തെങ്കിലും വല്ല ഭക്ഷണമോ വല്ല വെള്ളമോ ഒന്ന് കഴിക്കാൻ പറ്റണം, ഒന്ന് ബാത്റൂമിൽ പോകണം. ഈ ആവശ്യമേ ആ യാത്രക്കാരനുള്ളൂ. അത് കഴിഞ്ഞാൽ അത് ഒഴിവാക്കി പോകുന്നു. ഇനി ആ വഴിക്ക് വരണമെന്നില്ല, ഇനി അവിടേക്ക് എത്തണമെന്നില്ല. ഇതാണ് യാത്രക്കാരൻ. ഈ ദുനിയാവിൽ യാത്രക്കാരെ പോലായി മാറണം. ആത്മീയ ലോകത്ത് അറുവാഹിക ലോകത്തിൽ നിന്ന് ആരംഭിച്ച പ്രയാണം ഇവിടെ കടന്നുപോയി. ഇനി ബർസഖി ലോകത്തേക്കെത്തി, നാളെ പരലോകത്തേക്കെത്തി സ്വർഗത്തിലേക്ക് എത്തേണ്ടതാണ് നമ്മുടെ ഈ യാത്രയുടെ ലക്ഷ്യമെന്നത്. അതിനെ ഇവിടെ മുതുകിൽ നിന്ന് ആരംഭിച്ച അറുവാഹികളുടെ യാത്രയാണ്. പിന്നീട് ആ റൂഹും ശരീരവും ഒന്നിച്ചുകൂടി ഉമ്മയുടെ ഗർഭാശയത്തിൽ രൂപം കൊണ്ട് ഈ ദുനിയാവിലേക്ക് നമ്മൾ ജനിച്ചു വന്നു. നിശ്ചയിക്കപ്പെട്ട കാലം കഴിഞ്ഞാൽ ബർസഖി ലോകത്തേക്ക് പോകുന്നു. അവിടുന്ന് പിന്നീട് ഉയർത്തെഴുന്നേറ്റ് നാളെ ഖിയാമത്തിൽ മഹ്ശറയും കഴിഞ്ഞ് ഹിസാബും കഴിഞ്ഞ് സിറാത്തും കടന്ന് ഒന്നുകിൽ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക് അവിടെ അറ്റമില്ലാത്ത കാലം കഴിഞ്ഞു കൂടുന്നു. ആ യാത്രയാണ് നമ്മൾ ചെയ്യുന്നത്. ആ പോകുന്ന വഴിയിൽ ഒന്ന് ഇറങ്ങിയതാണ് ദുനിയാവിൽ കുറച്ചു കാലം. അവിടുന്ന് ആരംഭിച്ച യാത്ര സ്വർഗത്തിൽ പോയി അവസാനിക്കേണ്ട യാത്ര. ആ യാത്രക്കിടയിൽ ഒന്ന് വിശ്രമിക്കിറങ്ങിയ ലോകമാണ് ദുനിയാവുന്നത്. അവിടെ വലിയ സൗകര്യങ്ങൾ കണ്ടപ്പോൾ, അവിടെ നല്ല സെറ്റപ്പ് കണ്ടപ്പോൾ ഇനി യാത്ര മറന്ന് ലക്ഷ്യം മറന്ന് അവിടെ തന്നെ കൂടി ഈ സുഖങ്ങൾ തിരക്കേടില്ല, ഈ സൗകര്യം തിരക്കേടില്ല എന്ന് മനസ്സിലാക്കി ഇവിടെ തന്നെ കൂടുന്നവൻ അവൻ വിഡ്ഢിയാണ്, ലക്ഷ്യം മറന്നവരാണ്. നമ്മളങ്ങനെ ആയിക്കൂടാം. അതാണ് ഈ ജീവിതമെന്നത്. കളിയാണ്, വിനോദമാണ്, തമാശയാണ്, തകാസുറാണ്, തഫാസുറാണ് എന്നൊക്കെ അല്ലാഹു തആല മാറി മാറി ഓർമ്മപ്പെടുത്തുന്നത്. സഹോദരങ്ങളെ, ലക്ഷ്യം മറക്കാതിരിക്കുക. എന്തിനാണ് വന്നത് എന്ന ആ കൃത്യമായ ബോധം എപ്പോഴും ഉണ്ടാകണം. പോകാനുള്ള യാത്രയെപ്പറ്റിയുള്ള ധാരണ വേണം. ഇന്ത്യയിലെ പണ്ഡിതന്മാർക്ക് ധാരാളമായി പറയുമായിരുന്നു, ലക്ഷ്യം ഒരുപാട് വിദൂരമാണ്, ആയുസ്സാമട്ടെ കുറവാണ്, കൈവശമുള്ള ഇന്ധനം നന്നെ കുറച്ചേ ഉള്ളൂ എന്ന് പ്രത്യേകമായി അവർ സ്വയം ഓർമ്മപ്പെടുത്തുമായിരുന്നുവെന്നാണ്. ആ ഓർമ്മ എപ്പോഴും ഉണ്ടാകണം. അതിന് ഇസ്ലാം ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു. രോഗിയെ പോയി കാണാൻ പറഞ്ഞത് ഈ ഓർമ്മയുണ്ടാവാനാണ്. മയ്യത്തിനെ കൂടെ പോകാൻ പറഞ്ഞത് ആ ഓർമ്മയുണ്ടാവാനാണ്. ഖബർ സിയാറത്ത് ചെയ്യാൻ പറഞ്ഞത് ഈ ഓർമ്മയുണ്ടാവാനാണ്. രാത്രി സമയത്ത് ഖബർസ്ഥാനിലേക്ക് പോകുമായിരുന്നു. ഖബർസ്ഥാനിൽ ചെന്ന് ആ ഖബറങ്ങെ നോക്കി ദീർഘമായ സമയം അദ്ദേഹം അവിടെ നിൽക്കും. ഒരുപാട് ഖബറുകൾ, പരിചയമുള്ള ധാരാളം മനുഷ്യന്മാർ അവിടെ കിടക്കുന്നുണ്ട്, കുടുംബങ്ങൾ കിടക്കുന്നുണ്ട്, മാതാപിതാക്കൾ അടക്കമുള്ള ആളുകൾ നമുക്കൊക്കെ ആ ഖബർസ്ഥാനിൽ ഉണ്ടാകും. അദ്ദേഹം ഖബർസ്ഥാനിൽ ചെല്ലുകയും ദീർഘമായ സമയം അങ്ങനെ നോക്കിന്നുകൊണ്ട് ഒരുപാട് ഖബറുകൾ നോക്കി അദ്ദേഹം നിന്ന് നെടുവീർപ്പിടും. എന്താണ് ഇവരൊക്കെ അവസ്ഥ? ഈ പോയ മനുഷ്യന്മാരൊക്കെ എന്താണ് ഇവിടെ സാഹചര്യം എന്ന് അദ്ദേഹം സ്വയം അങ്ങനെ ചോദിക്കുകയും അദ്ദേഹം പറയും, അലി, ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യയും ഗതിയിലാണ്, നീയും വന്ന് കിടക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം സ്വന്തത്തെ ഓർമ്മപ്പെടുത്തും
ലഭ്യമായതുവെന്ന് ഇമാം ഖുർത്തുബിയുടെ അത്തരിഖിറ ബി അഹ്വാലിൽ മൗത്ത് വൽ ആഖിറ എന്ന കിതാബിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചില പാഠങ്ങൾ നമുക്കെല്ലാം അതിലൊക്കെ ഉണ്ട്. ആ നിലയ്ക്ക് ദൈവത്തെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ടാകുകയും ജീവിത ലക്ഷ്യം തിരിച്ചറിയുകയും ആ ലക്ഷ്യം വിസ്മരിക്കാതെ ഐഹികമായ സൗകര്യങ്ങൾ അനുവദനീയമായ വഴി ഹക്കും ബാത്തിലും നോക്കി ഹറാമും ഹലാലും നോക്കി ശിർക്കും തൗഹീദും നോക്കി എല്ലാം പരിഗണിച്ചുകൊണ്ട് റബ്ബും റസൂലും എന്താണോ പഠിപ്പിച്ചത് ആ വൃത്തത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ ഉപയോഗിച്ചാൽ ഈ ലോകത്ത് സമാധാനമാണ്, പരലോകത്തും സമാധാനമാണ്. അല്ലെങ്കിൽ ഈ ലോകം നഷ്ടമായി പരലോകം നഷ്ടമായി എന്നാണ്. ദുനിയാവും നഷ്ടപ്പെടും, ആഖിറവും നഷ്ടപ്പെടും. ഇവിടെ സമ്പത്തിന്റെ പിന്നാലെ മാത്രം ഓടിയവരൊന്നും ഒരുപാട് സമ്പാദിച്ചാൽ പോലും സമാധാനം ഉണ്ടായിട്ടില്ല. ഇഷ്ടംപോലെ സൗകര്യമുള്ളവർക്കൊന്നും സമാധാനമില്ല. ഭക്തനെ കാണുമ്പോൾ വലിയ വാഹനവും വലിയ വീടും വലിയ സൗകര്യവും ഉണ്ടായേക്കാം. പക്ഷേ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇവർക്ക് വലിയ നിരാശയിലാണ്, വലിയ ടെൻഷനിലാണ്, ഇവർക്ക് വലിയ വിഷമങ്ങളാണ്. സൗഭാഗ്യമുണ്ടാവാൻ സമാധാനമുണ്ടാവാൻ അതൊന്നും നിമിത്തമായിട്ടില്ല. പരലോകത്തോ അത് നഷ്ടമായി മാറുകയും ചെയ്യും. അതുകൊണ്ട് ദുനിയാവും പരലോകം നഷ്ടപ്പെട്ട് ഒന്നുമല്ലാത്തവരായി മാറുന്ന നഷ്ടക്കാരിൽ നമ്മൾ ഉണ്ടായിക്കൂടാ. നമുക്ക് സ്വർഗം ലഭിക്കണം. ഇന്ന് പോകേണ്ടി വന്നാലും ആ യാത്ര സ്വർഗത്തിലേക്കുള്ള യാത്രയാകണം. സമാധാനമടഞ്ഞ ആത്മാവെ വരൂ, എന്റെ റബ്ബിലേക്ക് മടങ്ങി വരൂ. അല്ലാഹ് നിന്നെ ഇഷ്ടമാണ്, നിനക്ക് അല്ലാഹുവിനെ ഇഷ്ടമാണ്. അതുകൊണ്ട് വരൂ, വദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. എന്റെ സ്വാലിഹീങ്ങളായ അടിമകളുടെ കൂടെ, അംബിയാഇന്റെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാഇന്റെ കൂടെ, സ്വാലിഹീങ്ങളുടെ കൂടെ, എന്റെ ഔലിയാഇന്റെ കൂടെ നീ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്ന ആ സന്തോഷ വാർത്ത കേട്ടുകൊണ്ടാകണം സഹോദരങ്ങളെ ആ യാത്ര നമ്മൾ ആരംഭിക്കുന്നത്. മലക്കുകൾ മരണസമയത്ത് നൽകുന്ന സമാധാനത്തിന്റെ വാക്കാണത്. റൂഹ് പിടിക്കാൻ വരുമ്പോൾ മലക്കൾ പറയുന്ന സന്തോഷ വാർത്തയാണത്. ആ വാർത്ത കേട്ടുകൊണ്ട് കണ്ണടക്കാൻ പറ്റണം. എന്നാണ് ഒരു കവി പറഞ്ഞത്. നീ ജനിച്ചു വരുമ്പോൾ എല്ലാവരും ചിരിക്കുകയായിരുന്നു, അന്ന് നീ കരയുകയായിരുന്നുവെന്നാണ്. നീ ജനിച്ച് പിറന്നു വീഴുമ്പോൾ നിന്റെ ചുറ്റുപാടും ആളുകൾ നിന്ന് ചിരിക്കുകയാണ്, അന്ന് നീ കരയുകയാണ്. ഒരു സമയമുണ്ട് നീ മരിച്ചു പോകുമ്പോൾ അന്ന് ചുറ്റുപാടുള്ള എല്ലാവരും കരയും. നിനക്കത് തിരിച്ചുകൊണ്ട് പോകാൻ പറ്റണമെന്നാണ്. എല്ലാവരും ചിരിച്ചപ്പോ നീ കരഞ്ഞു. നീ എല്ലാവരും കരയുമ്പോൾ നിനക്ക് ചിരിക്കാൻ പറ്റണം. അത് നീയും കരയുകയാണെങ്കിൽ അത് നഷ്ടമാണ്. അത് ചിരിച്ചുകൊണ്ട് ദുനിയാവിൽ നിന്ന് യാത്ര പോകാൻ കഴിയണം, സ്വർഗത്തിലേക്ക് എത്തണം. അതിന് വിട്ടുവീഴ്ചയില്ല. ആ ലക്ഷ്യം മറന്നുകൂടാ. നരകം സഹിക്കാൻ കഴിയില്ല. ദുർബലന്മാരാണ്, സാധുക്കളാണ് നമ്മളൊക്കെ. നമുക്കൊന്നും ആ നരകത്തെ സഹിക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന പൂർണ്ണമായ ബോധ്യമുണ്ടാവുകയും എന്തു മാറ്റമാണോ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് ആ മാറ്റം നമ്മൾ തയ്യാറാവുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനു'മിനു ബിഹി വനതവക്കലു അലൈഹി. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സൂചിപ്പിക്കപ്പെട്ട പോലെ ഐഹിക ജീവിതം എന്നത് കളിയും തമാശകളും വിനോദങ്ങളുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ 5 തവണ ആവർത്തിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തിയ യാഥാർത്ഥ്യമാണ്. അത് വിസ്മരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ ഒരു കളിതമാശകളെ പലപ്പോഴും ആളുകൾ എല്ലാ രംഗത്തും ഇന്ന് പ്രൊമോട്ട് ചെയ്യുന്നു. അത് മതത്തിന്റെ പേരിലും അങ്ങനെ തന്നെയാണ്, അല്ലാത്ത പേരിലും അങ്ങനെ തന്നെയാണ്. വ്യത്യസ്തമായ രൂപത്തിൽ ആളുകൾക്കെല്ലാം വേണ്ടത് ഇത്തരം വിനോദങ്ങളാണ്. ദീനിന്റെ പേര് പറഞ്ഞ ഇബാദത്തിന്റെ പേരിൽ പോലും വിനോദങ്ങൾ നടക്കും. അബീരവര് മാത്രമല്ല, നാട് മുഴുവൻ കൊട്ടും പാട്ടും ചാട്ടങ്ങളും തുള്ളലും ഒക്കെയാണ് നടക്കുന്നത്. പേരെന്താണ്? ഇബാദത്ത് എന്ന്. നബിയെ സ്നേഹിക്കാൻ എന്താണ്? ദീനിന്റെ കാര്യമായിട്ട് പറയുന്നത്. ആയത്തോ ഹദീസ് പറഞ്ഞ് തെളിവുണ്ടെന്ന് പറഞ്ഞ് എന്താ അവിടെ ചെയ്യാൻ പോകുന്നത്? ഈ വക സന്തോഷങ്ങളും ആഘോഷങ്ങളും ഇതിന്റെ മറ്റൊരു പതിപ്പാണ് അപ്പുറത്ത്.
വ്യത്യസ്തമായ പേര്. ഇതര മതസ്ഥരുടെ പോലും ആഘോഷങ്ങളെ ഏറ്റെടുക്കുകയും അവിടെ പോലും അവരോടൊപ്പം തുള്ളുകയും ചെയ്യുന്നിടത്തേക്കാണ് സമൂഹം വഴിമാറി പോകുന്നത്. കാഴ്ചപ്പാടുകൾ അവിടെയെല്ലാം ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. മതത്തിന്റെ പേരിൽ പറഞ്ഞാലും അല്ലാത്ത പേരിലായാലും എന്താണെങ്കിലും ശരി, അങ്ങനെ കളിവിനോദങ്ങളുടെ പിന്നാലെ മാത്രം പോകേണ്ടവരല്ല. ഇന്നതൊക്കെയാണ് എല്ലാവർക്കും ആവശ്യമുള്ള സംഗീതങ്ങളും ഡാൻസുകളും നൃത്തങ്ങളും ചാട്ടങ്ങളും. ഇതിനാണ് ആളുകൾക്ക് താല്പര്യം. അത് എവിടെയുണ്ടോ ഇവർക്ക് ആളുണ്ടാണ്. ദുന്യാവിൻ്റെ ഒരു രീതി അങ്ങനെ തന്നെയായി. പക്ഷെ നമ്മൾ ദുന്യാവിനെ മാത്രം കാണുന്നവരല്ല. അലി നബി താലിബ് പറയുന്നു, ദുനിയാവിലങ്ങനെ നമ്മളിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആഖിറമായിട്ട് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അലാ ഇന്ന ദുനിയാ മുദ്ബിറ വഇന്നൽ ആഖിറ മുഖ്ബിറ. നാലാം ഖലീഫ അലി നബി താലിബിന്റെ ഉപദേശമാണ്. ദുനിയാവ് നമ്മിൽ അങ്ങനെ പിന്മാറി പോവുകയാണ്. ദുനിയാവ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ആയുസ് അവസാനിക്കുകയാണ്. നബി തങ്ങൾ പറഞ്ഞത്, എന്റെ ഉമ്മത്തും മറ്റുമ്മത്തുള്ള വ്യത്യാസം നബി തങ്ങൾ ഉപമയായി പറഞ്ഞു. സുബ്ഹി മുതൽ മഗ്രിബ് വരെയാണ് ദുനിയാവിന്റെ ആയുസ്സെങ്കിൽ ഞാൻ നിയോഗിക്കപ്പെട്ടത് അസ്റിന്റെ സമയത്താണ്. സുബ്ഹിക്ക് ആരംഭിച്ചു ആദ്യം നബി വിചാരിക്കും ഖിയാമത്തെത്തുമ്പോൾ മഗ്രിബാകും എങ്കിൽ നബി തങ്ങളുടെ വരവ് അസ്റിന്റെ സമയത്താണ്. എന്ന് ഹദീസിൽ കാണാം. ഞാനും ഖിയാമത്തും ഇതുപോലെയാണ് നിയോഗിക്കപ്പെട്ടത്. രണ്ടുപേരെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ഞാനും ഖിയാമത്തും ഇങ്ങനെയാണ് നിയോഗിക്കപ്പെട്ടത്. ഖിയാമത്ത് എന്നെ മുൻകടക്കാറായിരിക്കുന്നു. അത്രയേറെ ഞാനും ഖിയാമത്തും ഒന്നിച്ചാണ്. ഇതുപോലെ എന്നാൽ രണ്ട് വ്യാഖ്യാനമാണ്. ഒന്ന്, ഈ രണ്ട് പേരും നമ്മുടെ വ്യത്യാസം പോലെ, ചൂണ്ടുവിരലും മധ്യവിരലും നമ്മുടെ വ്യത്യാസം പോലെയാണ് ഞാനും ഖിയാമത്തും വ്യത്യാസം. അല്ലെങ്കിൽ ഈ രണ്ട് പേർക്കിടയിൽ മറ്റൊരു വിരലില്ല, ഇത് രണ്ടും ഒന്നിച്ചാണ്. ഇതുപോലെയാണ് ഞാനും ഖിയാമത്തും ഒന്നിച്ചാണ് വന്നത്. ഒരുപക്ഷെ എന്നെ മറികടക്കുമോ എന്ന് പോലും തോന്നുമാറ് ഞാനും ഖിയാമത്തും ഒന്നിച്ച് നിയോഗിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നബി തങ്ങൾ പറഞ്ഞു. ഖിയാമത്തിന്റെ മുന്നോടിയായി 10 കാര്യം എണ്ണിക്കൊള്ളുകയെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ട് കാണാം. 10 കാര്യം എണ്ണുക ഖിയാമത്തിന് അടയാളമായി. ഒന്നാമത് നബി തങ്ങൾ പറഞ്ഞത് എന്റെ വരവ് ഖിയാമത്തിന് അടയാളമാണ്. നബിയുടെ വരവ് ഖിയാമത്തിന് അടയാളം. രണ്ടാമത് എന്റെ വഫാത്ത് ഖിയാമത്തിന് അടയാളമാണ് എന്ന് നബി തങ്ങൾ ആ ഹദീസിൽ പഠിപ്പിക്കുന്നു. അപ്പൊ ആ ഒരു ഖിയാമത്ത്, അതിനപ്പുറമുള്ള ലോകം, അതുകൂടി രക്ഷമാക്കുന്നവർ എന്ന നിലക്ക് നമ്മെ സംബന്ധിച്ചങ്ങനെ നാട്ടിൽ കൂടി കാണാൻ എല്ലാത്തിനും കൂടാൻ പറ്റിക്കൊള്ളാമെന്നില്ല. ഒരുപക്ഷെ നാട്ടിൽ നമ്മളൊരു മോശക്കാരായി മാറിയേക്കാം, ആളുകൾക്കിടയിൽ നമ്മളൊരു പക്ഷെ ഒന്നിനു പറ്റത്തൊരായി നിശ്ചയിക്കപ്പെട്ടേക്കാം. അതൊന്നുമല്ല പ്രധാനം. ഇതിനപ്പുറത്തും ജീവിതമുണ്ട്. ആ ജീവിതത്തെ കൂടി കാണുന്നവരാണ് നമ്മളൊക്കെ. ഈ ജീവിതമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നവരെ സംബന്ധിച്ച് ഇതെല്ലാം ആകാം. അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. എന്തും ചെയ്യാനും എന്ത് വിശ്വസിക്കാനും എന്ത് ആഘോഷിക്കാനും എല്ലാം സ്വാതന്ത്ര്യമുണ്ടാവട്ടെ. ആ സ്വാതന്ത്ര്യം നമ്മൾ ആരും നിഷേധിക്കുന്നു. പക്ഷേ ഇസ്ലാമിനെ മതമായി സ്വീകരിച്ച ആളുകൾ നിലയ്ക്ക് നമ്മുടെ ജീവിതത്തെ എല്ലാ രംഗത്തും തീർച്ചയായും അടുക്കും ചിട്ടയും വേണം. ഒരു രൂപ കിട്ടുന്നിടത്ത് പോലും ഹറാമാണോ ഹലാൽ നോക്കിയിട്ടല്ലേ നമ്മൾ വാങ്ങാറുള്ളൂ. ഹറാമായ വഴിക്ക് എത്ര വലിയ പണം കിട്ടിയാലും നമ്മളാരെങ്കിലും വാങ്ങാൻ പോകാറുണ്ട്. എന്താ അത് പറ്റാത്ത? നാട്ടിൽ പറ്റുമല്ലോ, രാജ്യത്ത് പറ്റുമല്ലോ. പക്ഷെ നമുക്കതല്ല. ഈ ലോകത്തെ അപ്പുറത്തെ ലോകത്തെ പ്രതീക്ഷിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. ആ ഒരു കാഴ്ചപ്പാട് സഹോദരങ്ങൾ എല്ലാ രംഗത്തും ഉണ്ടാകണം. നമ്മുടെ മതത്തിന്റെ പേരും പറഞ്ഞും ആഘോഷമുണ്ടാക്കുന്ന മനുഷ്യന്മാർ, അവിടെയും ഉദ്ദേശം ഇതൊക്കെ തന്നെയാണ്. ഇതിന്റെ പേര് മതചിഹ്നങ്ങളെ കച്ചവടമാക്കുന്ന ആളുകൾ, മതത്തിന്റെ പേര് ആളുകൾ എന്തൊക്കെ ബഹുമാനിക്കുമോ അതെല്ലാം കച്ചവടം ചെയ്യാൻ ചില ആളുകൾ സ്വാഭാവികമായിട്ടുണ്ടാകും. അതൊക്കെ അവരതിലേക്ക് പോകട്ടെ. നമ്മളങ്ങനെ ചതിയിൽ പോയി പെടേണ്ടവരല്ല. ആരെങ്കിലും പലതും പറയുമ്പോഴേക്ക് അവിടെ ചെന്ന് എല്ലാം അർപ്പിച്ച് ദുനിയാവ് നഷ്ടപ്പെടുത്തി പരലോകം നഷ്ടപ്പെടുത്തി അങ്ങനെ കളയേണ്ടവരല്ല നമ്മളാണ്. അതിനപ്പുറത്ത് എനിക്കെന്റെ സ്വർഗം പ്രധാനമാണ്, നരകം സഹിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് വേണം. നബി ഞങ്ങൾ പറഞ്ഞത്, ദുനിയാവിൽ തീയിന്റെ 70 ഇരട്ടി ചൂടാണ് നരകത്തെ തീ എന്നാണ്. സ്വഹാബത്ത് നബിയെ ഇത് തന്നെ ധാരാളമാണ്. ദുനിയാവിൽ തീ തന്നെ ധാരാളമാണോ നബിയെ? ഇതുപോലും സഹിക്കാൻ നമുക്കാവില്ല. ദുനിയാവിൽ തീ പോലും സഹിക്കാൻ കഴിയാത്ത ദുർബലന്മാരാണ്, സാധുക്കളാണ് നമ്മൾ. ഇതിന്റെ 69 ഇരട്ടി 70 ഇരട്ടി എന്നൊക്കെ അറിയിക്കണം. അതാണ് നരകത്തിന്റെ തീ. കല്ലും മനുഷ്യനുമാണ് അതിന് ഇന്ധനമെന്നാണ് അള്ളാഹു കാത്തുരക്ഷിക്കുന്നത്. കല്ലുകൾ ഇന്ധനമായി മാറും. നമ്മുടെ നാട്ടിൽ തീയിലേക്ക് കല്ലിട്ടാൽ ആ തീ കെട്ടുപോവുക ചെയ്യും. നരകത്തീയിലേക്ക് കല്ലിട്ടാൽ ആ കല്ലതിന് ഇന്ധനമായി മാറുകയാണ്. മനുഷ്യരതിന്റെ ഇന്ധനമാണ്. അങ്ങനെ ആടിക്കത്തിക്കപ്പെടുന്ന നരകാഗ്നിയാണ്.
ആ നരകാഗ്നിയിൽ ജീവിക്കുന്നുമില്ല മരിക്കുന്നുമില്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ അറ്റമില്ലാത്ത കാലം കുറെ കാലം കഴിഞ്ഞാൽ അവസാനിക്കുന്നുണ്ടോ? ഇല്ല. കോടാനുകോടി കൊല്ലങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അവസാനിക്കുമോ? ഇല്ല. ജീവിതവും ജീവിക്കുന്നുമില്ല മരിക്കുന്നുമില്ല എന്ന് പറഞ്ഞ മട്ടിൽ അറ്റമില്ലാത്ത കാലം കഴിച്ചുകൂട്ടുക എന്നത് നിസ്സാരമായ കാര്യമല്ല. അബൂലഹബിന്റെ കൂടെ, അബൂജഹലിന്റെ കൂടെ, ഫിർഔനിന്റെ കൂടെ, ചമ്മാടികളുടെ കൂടെ, തോന്നിവാസികളുടെ കൂടെ, ധിക്കാരികളുടെ കൂടെ, പിശാചുക്കളുടെ കൂടെ ആ നരകാഗ്നിയിൽ അറ്റമില്ലാത്ത കാലം വെന്തരിയുന്ന, വാവിട്ട് കഴിയുന്ന, നിലവിളിക്കുന്ന, ആർത്തട്ടാസിക്കുന്ന, രക്ഷപ്പെടാൻ കഴിയാത്ത വല്ലാത്ത ഒരു ഹതഭാഗ്യവാന്മാരായി നമ്മൾ മാറാൻ പാടില്ല. ഇവിടെ 40, 50, 60 കൊല്ലം ജീവിക്കുമ്പോൾ ആ വർഷങ്ങളിലെ ഏതാണ്ട് സുഖങ്ങൾക്ക് വേണ്ടി മാത്രം, ചില സൗകര്യങ്ങൾക്ക് വേണ്ടി മാത്രം, ചെറിയ സമ്പാദ്യങ്ങൾക്ക് വേണ്ടി മാത്രം, ആരെങ്കിലും നാലാളെ പ്രേരിപ്പെടുത്താൻ വേണ്ടി മാത്രം, ഭൂരിപക്ഷത്തിനെ തെറ്റിക്കാതിരിക്കാൻ വേണ്ടി മാത്രമൊക്കെ ഈ ഭയാനകമായ ലോകത്തെ അന്നത്തെ ഈ ഒരു ശിക്ഷാ രീതികളെ വിസ്മരിക്കുകയും സ്വർഗം വേണ്ടതൊക്കെ ചെയ്യുക എന്നത് വലിയ ഗൗരവമുള്ള കാര്യമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ തിരിച്ചറിഞ്ഞ് പരലോകത്തിന് വേണ്ടി നമ്മൾ പണിയെടുക്കുക. അതാണ് അലിയെ പറഞ്ഞത്. ദുനിയാവിനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ആഖിറമാകട്ടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് രണ്ടിനുമുണ്ട് ചില സന്താനങ്ങൾ. ദുനിയാവിന്റെ മക്കളുണ്ട്, ആഖിറത്തിലെ മക്കളുമുണ്ട്. ശേഷം അദ്ദേഹം പറഞ്ഞു ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ വലാ തകൂനു മിൻ അബ്നാഇ ദുനിയ. നിങ്ങളൊക്കെ ആഖിറത്തിലെ മക്കളായി മാറണം, ദുനിയാവിന്റെ മക്കളാവരുത് എന്ന് 4ാം ഖലീഫ അലി ഇബ്നു അബീ ത്വാലിബിന്റെ ഉപദേശം നമ്മളെ കേട്ടിരിക്കുക. ദുനിയാവിനുള്ള മക്കൾ ഇവിടെക്കുണ്ടാവും. അബ്നാഉ ദുനിയ, ഒരു ലക്ഷ്യം ദുനിയാവാണ്, അവിടെ എല്ലാം ദുനിയാവാണ്, അവിടെ മുഴുവൻ ചിന്തയും ദുനിയാവാണ്. എന്നാൽ അബ്നാഉ ദുനിയയല്ല, അബ്നാഉൽ ആഖിറ, പരലോകത്തിന്റെ മക്കളായി സ്വർഗം നേടുന്നവരായി നിങ്ങൾ മാറണേ എന്ന അദ്ദേഹത്തിന്റെ ആ ഉപദേശം സഹോദരൻ നമുക്കെല്ലാം ജീവിതത്തിൽ അത് ഏറ്റെടുക്കാം. അങ്ങനെ ജീവിതത്തെ ക്രമീകരിക്കാൻ നാം പരിശ്രമിക്കുക. ചെയ്യാൻ കഴിയുന്ന പരമാവധി നന്മകളെ കൊണ്ട് ജീവിതത്തെ പുണ്യമാക്കുക, എല്ലാ നന്മയിലേക്ക് മുന്നേറുക, എല്ലാ തിന്മയിൽ നിന്നും വിട്ടുനിൽക്കുക, തൗഹീദിൽ അടിയുറച്ചു നിൽക്കുക. പടച്ചിറപ്പിൽ പങ്കുചേർക്കുന്ന ഒരു പ്രവൃത്തിയിലും ഒരു വിശ്വാസത്തിലും ഒരു വാക്കുകൊണ്ട് പോലും ഭാഗമാക്കാവാൻ ഞാനില്ല എന്ന തീരുമാനമെടുക്കുക. ഹറാമായ സമ്പാദ്യം എനിക്ക് വേണ്ട, ഹറാമായ ഒരു വരുമാനം എനിക്ക് ആവശ്യമില്ല. പട്ടിണി കിടന്നാലും ശരി, കഷ്ടപ്പെട്ടാലും ശരി, ഹലാലായ വഴിക്ക് മാത്രമേ പണമുണ്ടാക്കൂ. ആളെ പറ്റിച്ചും കൈക്കൂലി വാങ്ങിയും കളവ് പറഞ്ഞും അതേപോലെ കുഴിച്ചുവെപ്പും കരിഞ്ഞെന്നും നടത്തിയും കൊള്ളലാഭമുണ്ടാക്കിയും ഒന്നും ലഭിക്കുന്ന സമ്പാദ്യമല്ല, നഷ്ടമാണ് എന്ന് തിരിച്ചറിയുക. മാതാപിതാക്കളോട് മാന്യമായി പെരുമാറുക, മക്കളെ മാന്യമായി വളർത്താൻ പരിശ്രമിക്കുക, ഭാര്യയോട് ഭർത്താവിനോട് ഏറ്റവും നല്ല മാന്യമായി തന്നെ വർത്തിക്കാൻ നാം പരിശ്രമിക്കുക. സമൂഹത്തിൽ നല്ലവരായി ജീവിക്കുക, പലിശ വാങ്ങാതെ, പലിശ കൊടുക്കാതെ, കൈക്കൂലി വാങ്ങാതെ, തെറ്റായ സമ്പാദ്യ വഴിയേക്ക് ഒന്നും പോകാതെ, കളവുകൾ പറയാതെ, മറ്റുള്ളവരെ പരിഹസിക്കാതെ, നിയമത്തുമില്ലാതെ, കളവുകളൊന്നുമില്ലാതെ ഏറ്റവും നല്ലവരായി ജീവിക്കാൻ നാം പരിശ്രമിക്കുക. രാജ്യത്തിനും സമൂഹത്തിനുമെല്ലാം നല്ല ഉത്തമരായ തലമുറകളായി, ഉത്തമരായ പൗരന്മാരായി ജീവിക്കുന്ന കാലമത്തിൽ നന്മയനുസൃതമായി ജീവിതം ക്രമീകരിക്കുക. മരിക്കുമ്പോൾ റാദിയത്തൻ മർദിയ എന്ന് പറഞ്ഞ ആ ഒരു സന്തോഷ വാർത്ത കേട്ട് മരിച്ച് സ്വർഗത്തിലേക്ക് കാലുകുത്തുന്നതായി നമ്മൾ മാറുക. ആ സ്വർഗത്തിൽ കാലുകുത്തുമ്പോഴാണ് സമാധാനം ഉണ്ടാവേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.